ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ടോപ്പ് 2 ഫിനിഷ് ഉറപ്പാക്കാൻ വന്ന പഞ്ചാബിനെ വീഴ്ത്തി ഡൽഹി ക്യാപിറ്റൽസ്. സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ടോപ്പ് 2 ഫിനിഷ് ഉറപ്പാക്കാൻ വന്ന പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിനായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് തങ്ങളുടെ സീസണിലെ അവസാന പോരാട്ടത്തിൽ ഇപ്പോൾ കടപുഴക്കിയിട്ടുള്ളത്. ആദ്യം വരുന്ന പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 206 തകർപ്പൻ ടോട്ടൽ പടുത്തുയർത്തിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ യുവതാരം സമീർ റസ്വിയുടെ ബാറ്റിംഗ് കരുത്തിൽ ഡൽഹി അതിനെ അതിജീവിക്കുകയായിരുന്നു. 3 പന്തുകൾ ശേഷിക്കെ 6 വിക്കറ്റിനാണ് ഡൽഹി തങ്ങളുടെ IPL 2025 അല്ലെങ്കിൽ IPL 18ാം സീസണിലെ അവസാന പോരാട്ടത്തിൽ ഇപ്പോൾ ജയിച്ച് കയറിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഡൽഹി ക്യാപിറ്റൽസ് പ്ലേ ഓഫ് കാണാതെ പുറത്തായിട്ടുണ്ടായിരുന്നു. വിജയത്തോടു കൂടി അങ്ങനെ 15 പോയിന്റുമേ ഡൽഹി 5ാം സ്ഥാനത്ത് സീസൺ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തോറ്റെങ്കിൽ പോലും മികച്ച നെറ്റ് റൺ റേറ്റുള്ള പഞ്ചാബ് നിലവിൽ 2ാം സ്ഥാനത്താണ് പോയിന്റ് ടേബിളിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. ജയിച്ചാൽ പഞ്ചാബിനെ സംബന്ധിച്ച് ടോപ്പ് 2 ഏതാണ്ട് ഉറപ്പിക്കാവുന്നൊരു അവസ്ഥയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ 6 വിക്കറ്റിന് ഡൽഹി അവരെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. ആദ്യം വരുന്ന പഞ്ചാബിന് വേണ്ടി ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തൻ്റെ അർദ്ധ സെഞ്ചുറി കുറിച്ചിട്ടുണ്ട്. 34 പന്തിൽ നിന്നാണ് ക്യാപ്റ്റൻ 53 റൺസ് എടുത്ത് പുറത്തായത്. ഒപ്പം ഡെത്ത് ഓവറുകളിൽ ഒരു മികച്ച പ്രകടനമായി ഓസ്ട്രേലിയൻ താരം മാർക്കസ് സ്റ്റോയിനിസും വന്നിട്ടുണ്ട്. 16 പന്തിൽ 44 റൺസാണ് താരം നേടിയത്. ജോഷ് ഇംഗ്ലിസ് 32 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. DC കണ്ട് മുസ്തഫിസർ 3, വിവരാജ് നിഗം, കുൽദീപ് യാദവ് എന്നിവർ 2 വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട്. മറുപടി ബാറ്റിംഗ് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി യുവതാരം സമീർ റസ്വിയുടെ മികച്ച പ്രകടനം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 25 പന്തിൽ നേരിട്ട താരം 58 റൺസാണ് നേടിയത്. കരുൺ നായർ 44, KL രാഹുൽ 35 റൺസും നേടിയിട്ടുണ്ട്. PBKസിന് വേണ്ടി ഹർപ്രീത് ബ്രാർ 2, പ്രവീൺ ഡുബെ, മാർക്കോ ജോൺസൺ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ട്. പരാജയത്തോടുകൂടി പഞ്ചാബിൻ്റെ ടോപ്പ് 2 ഫിനിഷ് എന്ന മോഹങ്ങൾക്ക് വിലങ്ങ് തടിയായി വന്നിട്ടുണ്ട്. നിലവിൽ 2ാം സ്ഥാനത്താണെങ്കിൽ പോലും അത്ര സേഫ് സോണിലല്ല പഞ്ചാബ് കിങ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.